ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് സ്പെഷ്യൽ ബീഫ് സ്റ്റൂ തയ്യാറാക്കാം. നല്ല നെയ്യിൽ കാഷ്യൂനട്ടും മുന്തിരിയും ഒക്കെ ഇട്ട് താളിച്ചെടുത്ത് കിഴങ്ങും ക്യാരറ്റും ഇട്ട് വേവിച്ചെടുത്ത ബീഫ് സ്റ്റൂ നല്ല സോഫ്റ്റ് ബ്രെഡിനൊപ്പം നമുക്ക് വിളമ്പാം. ഇതിൻ്റെ ടേസ്റ്റ് ഒരപാരം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, തക്കോലം എന്നിവ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കുരുമുളകാണ് ഇടുന്നത്. ഇപ്പോൾ പച്ച കുരുമുളക് ഉള്ളത് കൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഉണക്ക കുരുമുളക് ചതയ്ക്കാതെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്. ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. 6 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുരുമുളകും പച്ചമുളകും അല്ലാതെ വേറെ എരിവിന് ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പാകത്തിന് പച്ചമുളക് ചേർക്കണം. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നീളത്തിൽ അരിഞ്ഞെടുത്ത 2 മീഡിയം സൈസ് സവാളയാണ്. സവാളയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴട്ടിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണേ വഴട്ടിയെടുക്കാൻ. ഇനി നമുക്ക് ഒരു 8 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി അരിയാതെ ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി സവാള എല്ലാം പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിനി വഴട്ടിയെടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കിലോ അളവിലുള്ള ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ബീഫും സബോളയും എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ബീഫും സവോളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു അരമുറി തേങ്ങാവോളം മതി. അതിൻ്റെ 2ാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബീഫ് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം വെന്ത് വരാനായിട്ട്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൽ ഈ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു മണവുമാണ്. അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3/4 ഭാഗത്തോളം വേവാകുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ചേരുവകളൂടെ ചേർത്തിട്ട് ഒരു വിസിലൂടെ അടുപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു 3/4 വേവിലാണ് വെന്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് നെയ്യൊക്കെ ഇറങ്ങി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് വേണ്ടത് ഒരു ക്യാരറ്റ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ്. ക്യാരറ്റും കിഴങ്ങും ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാനിത് പെരിഞ്ചീരകം കൂടെ ചേർത്ത് പൊടിച്ചെടുത്ത ഗരം മസാല ആണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒറ്റ വിസിൽ അടുപ്പിക്കണം. അപ്പോൾ നമുക്കിത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കിഴങ്ങും ക്യാരറ്റും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈ ബീഫ് സ്റ്റൂ കുറുകിയല്ല, നല്ല ചാറോട് കൂടിയാണ് ഇരിക്കുന്നത്. കുറച്ച് ചാറ് കൂടുതൽ കാണും. അതുകൊണ്ട് ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ചാറ് കൂടുതലൊന്നുമില്ല. പിന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 1ാം പാലൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂനട്ടാണ്. അപ്പോൾ കാഷ്യൂനട്ട് ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കാഷ്യൂ പേസ്റ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് ചാറായി പോകാതെ ഒരു കുറുകിയ പോലെ നമുക്ക് കിട്ടും. എന്നാൽ ഒരുപാട് കുറുകിയ രീതിയിലും അല്ല ഇരിക്കുന്നത്. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ സ്റ്റൂ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഒന്ന് ഇളക്കി ഇനി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം സിമ്മിലിട്ടിട്ടാണ് ഞാനിവിടെ ബാക്കി കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കാണുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണേൽ വെളിച്ചെണ്ണയാണല്ലോ ഇതിന് പകരമായിട്ട് ചേർക്കാം. ഇതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അടുത്തായിട്ട് 4-5 കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് നമുക്കിനി ഉണക്ക മുന്തിരിയും കൂടെ ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 3-4 എണ്ണേ ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ മുന്തിരി ഒന്ന് വീർത്ത് വരുന്ന ആ പാകത്തിന് നമുക്കിതെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ബീഫ് സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. നമ്മളിനി എടുക്കുന്ന ടൈമിൽ തുറന്നാൽ മതി. താളിച്ച ഉടനെ തന്നെ അടച്ചു വെക്കണം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡാണ് ഇതിന് കൂടെ കറക്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ നല്ലതായിട്ട് ബ്രെഡ് ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ബ്രെഡിനൊപ്പം നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പാലപ്പോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിൽ കഴിക്കാം. പാലപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെയാണ് കിടിലൻ കോമ്പിനേഷൻ. പൊറോട്ടയുടെ കൂടെയും വരെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വിളമ്പാം. കണ്ടില്ലേ, കറക്റ്റ് പാകത്തിന്. എന്നാൽ ഒരുപാട് ചാറുമല്ല, ഒരുപാട് കുറുകി പോയിട്ടുമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ ഈ തവണത്തെ ക്രിസ്മസിനൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് ഈ ബീഫ് സ്റ്റൂ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും, നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനും കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ബീഫ് സ്റ്റൂ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ക്യാരറ്റും കിഴങ്ങും ഒക്കെ ഇട്ട് വെച്ച് തേങ്ങാപ്പാലിൽ വെന്ത ഈ ബീഫ് സ്റ്റൂ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് for watching.